everyone to your favorite show Star Magic ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വെൽക്കം. സോ now you are watching അമൃതവേണി ഹെയർ എലിക്സർ presents Mighty Future Star Magic. ശരി, സ്റ്റാർ മാജിക്കിലെ ഇനിയുള്ള ഗെയിമിലേക്ക് പോകുന്നതിന് മുമ്പ് പലരുടെയും മനസ്സൊക്കെ ഞാൻ വായിച്ച് ബാക്ക് സ്റ്റേജിൽ നടക്കുന്ന പല കാര്യങ്ങളും കണ്ട് പല വെല്ലുവിളികൾ അങ്ങനെ ഇങ്ങനെയൊക്കെ ഞാൻ കണ്ടപ്പോൾ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. നമ്മൾ ചെറിയൊരു ഷഫ്ലിംഗ് നടത്താൻ പോവാ. ബിനീഷിന്റെ മനസ്സ് വായിക്കാൻ പറ്റില്ല. എന്താ? കാരണം അവൻ എഴുതാറില്ല. വായിക്കാനറിയാൻ പാടില്ല. വായിക്കാൻ അറിയാലോ, അപ്പൊ എനിക്ക് വായിച്ചൂടെ? അല്ല, എഴുതാനറിയില്ലല്ലോ. അതാണ് വായിക്കാൻ പറ്റൂ. അതായത് ഇത്രയേ ഉള്ളൂ, നമ്മളൊരു ഷഫ്ലിംഗ് നടത്താൻ വേണ്ടി പോവാണ്. അയ്യോ, ഞങ്ങളെ പറയട്ടെ, ബാക്ക് സ്റ്റേജില് അനുവും ബിനിച്ചേട്ടനും കൂടെ ഭയങ്കര വാശിയേറിയ പോരാട്ടോ. അപ്പൊ ബിനിച്ചേട്ടൻ ഈ ഗെയിമിൽ ഞാൻ തന്നെ ആദ്യം ഇറങ്ങും, എന്നിട്ട് ഞാൻ ജയിച്ച് കളിച്ച് കാണിച്ചു തരുന്നൊക്കെ. ബിനിച്ചേട്ടാ, ഇത്രയേ ഉള്ളൂ. അതായത് നിങ്ങൾ മാന്യമായിട്ട് ചെയ്യണം. ഒരു ടീമിൽ 6 പേരുണ്ടായിരിക്കണം. അതെന്തായാലും ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഡിയർ നിയർ വൺസിന്റെ അടുത്ത് പോയിട്ട് ടീം ഫോം ചെയ്യാം. പക്ഷെ 6 പേരായിരിക്കണം. ആർക്കൊക്കെ എങ്ങനെയൊക്കെ എങ്ങടൊക്കെ വേണമെങ്കിലും പോവാം, ഷഫിൾ ചെയ്യാം. പക്ഷെ ഓരോ ടീമിലും 6 പേര് വെച്ചിട്ടുണ്ടാവണം. ഞങ്ങളെ ടീമിലേക്ക് ഇല്ല. മാറൂല. നാണമില്ല നിങ്ങൾക്ക്? അവർക്ക് വാശിയാണെന്ന്. വാശിയൊന്നുമില്ല. ചേട്ടാ, ചേട്ടൻ അങ്ങോട്ട് ഞാൻ ഇവിടെ ഇവർ ജയിക്കട്ടെ. അനുവിനും ആഗ്രഹമുണ്ട് മാറാൻ. അയ്യോ അയ്യോ, ഈ പൂതന ഇവിടെ വേണ്ട, ഈ പൂതന ഇവിടെ വേണ്ട. അയ്യോ വേണ്ട വേണ്ട വേണ്ട. ആരും അങ്ങനെ ഞങ്ങൾ ഇവിടെ തന്നെ മതി എന്ന് പറഞ്ഞത് പോലെ ഇരിക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് ബിനിച്ചേട്ടനെ വേണം. അപ്പൊ ബിനിച്ചേട്ടനെ അങ്ങോട്ട് വിളിക്കണോ? ഇവിടെ ചെന്നാൽ അടിയാണ്. അപ്പൊ ഇവിടെ ഇരുന്ന് വാങ്ങണല്ലേ. ഞാൻ എന്റെ പിള്ളേരെ ഒരു പ്രാവശ്യമെങ്കിലും ശ്രമിച്ചിട്ട് ചേട്ടൻ ജയിക്കില്ല എന്ന് പറ, അന്ന് ജയിക്കും. ഇല്ലില്ല, ജയിക്കാൻ ഒരു ശ്രമം. റെഡിയാണോ? ഇവിടെ നടന്നിട്ടുണ്ട് കേട്ടോ. അതെ, തങ്കച്ചൻ മതി, ഞങ്ങൾക്ക് ഇത് മതി. 1 2 3 4 5 6. അത് പറ്റൂല. അനുവിനെ ഞങ്ങൾക്ക് അന്ന് തോറ്റു നിങ്ങള്. അനുവിനെ പറ്റൂല. അനുവിന് വേണ്ട. അനുവിന് വേണ്ട. അവള് ഇവിടെ ഞാൻ വേണ്ട വേണ്ട പോയിക്കോ. മെനക്കെട്ട പിള്ളേരെ കൊണ്ട് കൂടി അതുകൊണ്ടാണ്. നീ കസാര കളി കറക്കം കറക്കും. വേണ്ട വേണ്ട പറയിപ്പിച്ചതല്ലേ? വേണ്ട വേണ്ട വേണ്ട. പഴയ ടീമിൽ കളിക്കാം. പഴയ ടീമിൽ കളിക്കാം. അതായത് വേണ്ടെന്നല്ലേ ഇൻഡയറക്ട്ലി പറഞ്ഞു, പഴയ ടീം പോലെ തന്നെ മതി എന്നുള്ളത്. ഞങ്ങൾക്ക് വേണ്ട. ഈ ആകാശത്തിന് ഈ തോൽവിക്ക് കാരണം ഇവിടാണ്ട് അങ്ങ് തോറ്റ. ശരി, ബിനിച്ചേട്ടന്റെ ടീമിലേക്ക് ഞാൻ ഒരാളെയും കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് എന്റെ ഭാഗത്തുനിന്ന് ഒരു സ്ട്രോങ് സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഞാൻ മിയക്കുട്ടിയെ, കാരണം മിയ നേരത്തെ ഗെയിം കളിക്കണ്ടായി, അടിപൊളിയായിട്ട് കളിക്കണ്ടായി. മിയക്ക് ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ട്. മിയ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അപ്പൊ മിയയും കൂടെ ഇടയ്ക്ക് ഗെയിം കളിക്കാനായിട്ട് നിങ്ങളുടെ ടീമിലേക്ക് വരും. ഓക്കെ? അപ്പൊ ആ കൊച്ചിനെ വിട്ട് ഞങ്ങളെ തോൽപ്പിക്കാനുള്ള മിയ സീക്രട്ട് ആയിട്ട് എന്റെ അടുത്ത് പറഞ്ഞിട്ടതേ, ചേച്ചി എനിക്ക് ഗെയിം കളിക്കുന്നുണ്ട്, പക്ഷെ അടി കിട്ടൂ, അടി എനിക്ക് തരരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. മിയക്ക് അടിയൊന്നുമില്ല. മിയക്ക് ഇഷ്ടം കൊണ്ട് നമ്മൾ ഗെയിം കളിക്കാനായിട്ട് സമ്മതിച്ചിട്ടുള്ളതാ. ഓക്കെ, സെറ്റ്. അത് പ്രോമിസ് ആണ് കേട്ടോ. ഇപ്പഴും കുട്ടിക്ക് തങ്കുകൊണ്ട് കാര്യം കുട്ടിക്ക് കിട്ടൂല. ലെവന് തങ്കൂന് നിറം നിലയ്ക്ക് തലച്ചോറടിക്കുന്നു. ഓക്കെ, സ്റ്റാർ മാജിക്കില് നമ്മൾ ഇനി പോവാൻ പോണ ഗെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്കുള്ള വഴി നമുക്ക് എല്ലാവർക്കും അറിയാലോ. എന്നാ പാവം നമ്മുടെ ആ മൊയലിന് വീട്ടിലേക്കുള്ള വഴി അറിഞ്ഞൂടാ. അങ്കത്തിന് വീട്ടിലേക്ക് 8 മണി കഴിഞ്ഞാൽ അറിയില്ല. സ്റ്റാർ മാജിക്കില് നമ്മൾ ഇനി പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദ ഗെയിം, ആൻഡ് ദാറ്റ് ഈസ് മൊട്ടുമൊയിലിന്റെ ഓട്ടപ്പന്തയം. കണ്ടോ, ഇവിടെ വന്നപ്പോ കുത്തിരിപ്പ് തുടങ്ങി. ഇവിടെ എന്ത് നല്ല
അച്ചടക്കമുള്ള ടീമായിരുന്നു എന്നറിയോ ഇത്. മോട്ടുമൊയിലിന്റെ ഓട്ടപ്പൊന്ത എന്ന് പറഞ്ഞ ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ ഈ മോട്ടുമൊയിലുണ്ടല്ലോ ഏതൊക്കെ വഴിക്ക് പോയിട്ടും വീട് കണ്ടുപിടിക്കാം. പാവം. കാലത്തായ എന്റെ വീട് എവിടെയാണെന്നറിയോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോ വഴിയിലും ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. അതായത് നമ്മളെ അപ്പുമാഷ് വസ്ത്രത്തിലെ അപ്പുമാഷ്. അപ്പോ ഈ വീട് കണ്ടുപിടിച്ച് കൊടുക്കേണ്ട ഒരു ഉത്തരവാദിത്വമാണ് നമ്മള്. മോട്ടുമൊയിലിനെ അനാഥയാക്കരുത്. ഓക്കെ, അപ്പൊ ഈ ഗെയിം എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരുടെ കയ്യിലും ഓരോ സ്ട്രോ കൊടുത്തിട്ടുണ്ട്. ഒരു ടീമിൽ നിന്ന് 2 പേരായിരിക്കും. ഒരു മെമ്പർ ഈ അറ്റത്തായിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക ബൗളിന്റെ അടുത്ത്, ഒരു മെമ്പർ ഈ ലൈനിന്റെ അവിടെ ആയിരിക്കും നിൽക്കുന്നുണ്ടായിരിക്കുക. ഈ സ്ട്രോ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഊതിയിട്ട് ഒരു സ്ലിപ്പ്, ഒരു കളർ സ്ലിപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ സ്ലിപ്പ് ഈ സ്ട്രോയിൽ നമ്മളിങ്ങനെ അറ്റാച്ച് ചെയ്ത് വെക്കുക. ഊതി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിങ്ങനെ ഒട്ടുമല്ലോ. എന്നിട്ട് ആ സ്ട്രോയും ആ സ്ലിപ്പും കൂടെ ഇങ്ങനെ ശ്വാസം വിടാതെ ഉള്ളിലേക്ക് ശ്വാസം പിടിച്ചത് ക്യാരി ചെയ്ത് ഇവിടെ നിൽക്കുമ്പോൾ ഇവിടുത്തെ ആളും സ്ട്രോ ഇങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുമായിരിക്കും. അപ്പോൾ ഇത് പാസ് ചെയ്ത് കൊടുക്കുക. പാസ് ചെയ്തതിന് ശേഷം ഈ സെക്കൻഡ് മാൻ അല്ലെങ്കിൽ സെക്കൻഡ് പേഴ്സൺ ആരാണോ അവർ ഈ സ്ലിപ്പും കൊണ്ട് ഇതുപോലെ തന്നെ എയർ ഇങ്ങനെ ഉള്ളിലേക്ക് പിടിച്ചിട്ട് നേരെ ഇവിടെ കൊണ്ടുപോയിട്ട് പാവം മോട്ടുമൊയിലെ ഞാൻ ഇപ്പൊ നിനക്ക് വീട് കണ്ടുപിടിച്ച് തരാം കേട്ടോ എന്ന് പറഞ്ഞാൽ അല്ല കേട്ടോ നമ്മളിങ്ങനെ പറയണേ. അതാണ് വീട്, അതാണ് മോട്ടുമൊയില്. പാവം ഒന്ന് വഴി സെറ്റാക്കി കൊടുക്കും. എന്തായാലും ഞങ്ങൾ ജയിക്കും, അത് ഉറപ്പാണ്. ഇല്ല അങ്ങനെയല്ല, ഇത്ര നേരം ഇത്ര ദിവസം ഈ ടീമിലല്ല ആ ടീമിൽ നിന്നപ്പോ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, പക്ഷെ നഷ്ടപ്പെട്ടു. അതുകൊണ്ടാണ് ഇങ്ങോട്ട് പോകുന്നത്. നമ്മുടെ ടീമും ജയിക്കും. ആണോ? വെരി ഗുഡ്. ആ കൊച്ചിന്റെ മനസ്സ് പോലും നിനക്കില്ലല്ലോടി. മഞ്ഞക്കിളി ഒരു സീരിയൽ ഇൻഡസ്ട്രി മൊത്തം നശിപ്പിച്ച് തകർത്തിട്ട് നമ്മൾ നിൽക്കുക. എന്തായാലും ഡയറക്ടറിന് നമ്മളെ തോപ്പിക്കാൻ പറ്റൂല. നമ്മൾ ബുദ്ധിപൂർവ്വം കളിക്കുന്ന കളിയാണ് ഈ കളിക്ക്. ഞങ്ങളുടെ ടീം, അതായത് ഇപ്പൊ ഞാനാണല്ലോ അങ്ങോട്ട് പോയിരിക്കുന്നത്. ഡയറക്ടറിനെ വരെയാണ് വെല്ലുവിളിച്ചിട്ടില്ല. ഇത് കേൾക്കുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അല്ല, എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഞങ്ങൾ ടീം ജയിക്കൂ. നിന്ന നിപ്പിൽ മറുകണ്ഠം ചാടി ഇപ്പോൾ നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു? ഞങ്ങൾ എന്തായാലും ജയിക്കും അല്ലേ മൃദുല? ചന്തിക്കടി കിട്ടാൻ ചലഞ്ച് ചെയ്യരുത്. നല്ല വിശ്വാസമുണ്ട്. തോറ്റു കഴിഞ്ഞാൽ തോറ്റു കഴിഞ്ഞാൽ ഞാൻ ഈ സ്റ്റാർ മാജിക്കിന്ന് പോവും. ഞാൻ സ്റ്റാർ മാജിക്കിന്ന് ഇറങ്ങിപ്പോ. അല്ലെങ്കിൽ തന്നെ കാരണം കിട്ടാൻ നോക്കിയിരിക്കുക. ഇറങ്ങിപ്പോയിട്ട് അവിടം വരെ ഇല്ല, ഞാൻ ഇവർക്കൊക്കെ വേണ്ടിട്ട് എന്റെ സ്ഥാനം ഞാൻ ഒഴിഞ്ഞു കൊടുക്കും. എന്നിട്ട് ഞങ്ങൾ അയ്യോ അനു പോവല്ലേ? അങ്ങനെയില്ല, കുഴപ്പമില്ല. നിങ്ങൾ എന്നെ വിളിക്കേണ്ടത്. ഞാൻ അവിടെ എന്റെ വീട്ടിൽ പൊക്കോളാം, എന്റെ കാറിൽ പൊക്കോളാം. ശരി. വാക്കുകൾ ഉപയോഗിക്കുമ്പോ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ടി വരും. ജയിക്കും. ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യണ്ട, ഇപ്പോഴേ തന്നെ പോക്കോളൂ. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? അടുത്ത ഷൂട്ട് ഡേറ്റ് വരുമ്പോ അനുപേട്ടനെ എന്നെ വിളിക്കൂ. ഫോണിക്കടെ പറഞ്ഞു ഈ ഇടയായിട്ട് കണ്ണൊക്കെ കുഴിയിലായിരിക്കണേന്ന്, ക്ഷീണാന്ന് സാറിന്. ഫോണിക്കടെ നോക്കിയിട്ട് അനുപേട്ടന്റെ അടുത്ത് ഭക്ഷണം ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ അവളതും ചോദിക്കും, അതിലപ്പുറം ചോദിക്കും. ഇപ്പൊ രാവിലെ ഒരു ഏകദേശം വയറിന്റെ അടിഭാഗം വിളിക്കല്ലേ, അങ്ങനെ വിളിക്കല്ലേ. ഒരു ആന്തല് വരുന്നുണ്ടല്ലോ അല്ലേ? ഒരിക്കലും ഇല്ല. ട്രിപ്പിൾ സ്ട്രോങ് പുള്ളിക്കാരത്തേക്ക് അങ്ങനെ ഞങ്ങൾക്ക് സ്റ്റാർ മാജിക്കിൽ നമ്മൾ പിന്നെ പോവാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദി ഗെയിം. വാശിയേറിയ മത്സരം ഫോർ മോട്ടുമൊയിലിന്റെ ഓട്ടപ്പന്തയം. ഈ ഗെയിം ഞങ്ങൾ തോറ്റാൽ നല്ല അടി ഞാനൂന് കൊടുത്തോളാം. ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് ആർക്കും തല്ലില്ല, അവർക്ക് മാത്രമായിരിക്കും. ഞങ്ങളുടെ എല്ലാവരുടെ അടി നിങ്ങൾ കൊടുക്കണം. 1 2 3 5 പേര് 5 അടി പ്ലസ് അനുവിന്റെ അടി 6 അടിയെ കൊടുക്കണം. ചേട്ടന് തോക്കണമെന്നാണ് ആഗ്രഹം. നീ വന്നോണ്ട് ഞങ്ങൾ തോറ്റാൽ ചേട്ടാ എന്റെ ഭാഗത്ത് നന്നായിട്ട് നിന്നാ പോരെ? അല്ല നിന്നോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ? നീ മാണ്ടേക്കാൻ ഞങ്ങൾക്ക് അറിയില്ലല്ലോ. നീ എവിടെയെങ്കിലും മാറി നിന്നാ മതി. ഇല്ല കേട്ടാ, ഞാനും കളിക്കുന്നു. ഇവളോട് ആരാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞ? നീ വലിഞ്ഞേറി വന്നേല്ലേ? പോണം. മോട്ടുമൊയിലിന്റെ ഓട്ടപ്പന്തയം ദാ ഇവിടെ തുടങ്ങാൻ പോവാണ്. അപ്പൊ ഓട്ടപ്പന്തയം കാണണ്ടേ? കൗണ്ട് ഡൗൺ പ്ലീസ്. 3, 2, 1. Come on. അയ്യോ വേഗം. ഐഷു വെക്കണേ, ഐഷു. അങ്ങനെ വിടി. ഓക്കേ, വേഗം വാ. അതെ പോട്ടെ. അയ്യോ, കറക്റ്റ് സെന്ററിൽ നോക്ക്. അടിപൊളി. ബ്രില്യന്റ്. ഗ്യാപ്പ് വരരുത്. വെരി ഗുഡ്. അത് തന്നെ, നിനക്കല്ല കെട്ടൻ പണിയായിരുന്നോ?
ആവേശം കയറി കുത്തി കളയല്ലേ മളെ. ആണോ? കറക്റ്റ് സെന്ററിൽ തന്നെ കുത്ത്. അയ്യോ, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സൂപ്പർ, സൂപ്പർ, സൂപ്പർ. വെരി ഗുഡ് സുമേ. അടുത്തത് അനു. ശരി, അങ്ങനെ കാണിക്കട്ടെ. വലിക്കാൻ കൂടി ശരിക്കും വലിക്കുക. ശരിക്കും ഓ എന്നെ പൊന്നേ. അതിന്റെ ഒരു പാടുണ്ടാ, ആ പാട് നോക്ക്. Oh, make it fast. അവര് ഫാസ്റ്റ് ആയി തുടങ്ങി. ഗുഡ് ജോബ് ടീം ആൻഡ് ടീം. അനുവിന്റെ ടീം ദാ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. യെസ്, ഈക്വൽ ആയി തുടങ്ങി. Come on, it's equal. ഒന്നിന്റെ ഡിഫറൻസ് ഈക്വൽ ആയി. അവർ ലീഡ് ചെയ്ത് തുടങ്ങി. ഗുഡ് ജോബ്. ആ വിട അത് കുഴപ്പമില്ല. ഇവിടെ എല്ലാവരും നിങ്ങളെ പോലെ ഓർഡറിലല്ല. ഇവിടെ ഓർഡറിലല്ലാട്ടോ പോണേ. എല്ലാവരും ബാക്ക് ടു ബാക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഇനി എല്ലാവർക്കും ഒരുമിച്ച് കളിക്കാം. ഓരോരുത്തർക്ക് ബാക്ക് ടു ബാക്ക് വന്നുകൊണ്ടിരിക്കാം. Come on. നീ എന്താ കാണിക്കണ? ലൈവ് ഇട്ടിട്ടാണ് കളിക്കണേ. ഇങ്ങനെ വെച്ചാ മതി. നീക്കി. ഞാനിപ്പോ എന്താ പറയാ, ഞാനാണ് ഇവിടെ ധർമ്മസങ്കടത്തില്. ഇഞ്ഞാരെങ്കിലും ഉണ്ടാ ഞങ്ങൾ തോപ്പിക്കാൻ? അല്ല, ഇത് ഒരു കാര്യം സംശയമാണ്. എല്ലാരും മാറി മാറി കളിക്കാന്ന് പറഞ്ഞിട്ടുണ്ടാവനെ. എപ്പോ പറഞ്ഞായിരുന്നു? ചെവി ഉണ്ടായിരുന്നു. അല്ല, ലക്ഷ്മി അങ്ങനെ പറയുന്നതിന് മുന്നേ നിങ്ങൾ ഒരുമിച്ച് കളിച്ചു തുടങ്ങി. ഇല്ല, കൂടെ നടക്കരുത്. അങ്ങനെയാണ് നിങ്ങൾ ലീഡ് ആയത്. നോക്കുമ്പോ ഉത്തരം ഞാനിതിൽ നോക്കുന്ന അവര് ഓക്കെ. ഞാനിതിൽ നോക്കുന്നത് ഇവിടെ ആരും ചെവി പറഞ്ഞു കൊടുത്തിട്ടില്ല. കഷ്ടപ്പെട്ട ബുദ്ധിയാണെങ്കിൽ ജയിക്കും. എന്നിട്ട് നീ എന്തിനാ ജയിച്ചേ? മാറി കളിക്കാൻ പറഞ്ഞത് ഇപ്പം ഒരാള് അവിടെ കൊണ്ട് ഒട്ടിക്കുന്നതിന് മുന്നേ വേറൊരാൾ വന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവന്നു. അത് നിങ്ങൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്തു, അതാ പറഞ്ഞ. നിങ്ങൾ തട്ടിപ്പ് കാണിച്ചിട്ടേ ജയിക്കാറുള്ളൂ. ജയിച്ചെന്ന് പറഞ്ഞില്ലല്ലോ. ഇവിടെ പല പ്രഖ്യാപിച്ചില്ലല്ലോ. അതാണല്ലോ നമ്മള് പറഞ്ഞേ. ഞാനൊരു കാര്യം പറയട്ടെ. കൂടെ തുള്ളെന്ന് പറഞ്ഞപ്പോ എല്ലാവരും കൂടെ തുള്ളി. ഇതില് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കാനായിട്ട് ഏത് ടീമാണ് വിൻ ചെയ്തെന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇല്ല, പറഞ്ഞില്ല. പിന്നെ എന്തിനായിരുന്നു ഇവിടെ ഒരു അതല്ല ഞങ്ങൾ അതിന് ഇറങ്ങാത്തത്. ഇനി എനിക്ക് സെന്ററിലേക്ക് വരാമോ? ഞങ്ങൾ തുള്ള ഇറങ്ങിയില്ലല്ലോ. ഇത് ഭയങ്കര പ്രശ്നമാവും. അല്ലെങ്കിൽ അത് അങ്ങനെ നമുക്ക് 31 അവർക്ക് 28. എത്രയായാലും ശരി, നമ്മൾ ജയിച്ചാൽ ആദ്യം ഫിനിഷ് ചെയ്തതാണ്. ഓഡിയൻസ് അറിയാം ആര് ജയിച്ചെന്ന്. ഓക്കെ, എല്ലാവരും ഇരിക്കും. ഇത് കാരണം നിങ്ങൾ എല്ലാവരും ബുദ്ധി ഉപയോഗിച്ചിട്ട്, ഇവരാണെങ്കിൽ ഓടിയിട്ട് നിങ്ങൾ ഫിനിഷിംഗിൽ കളിച്ചു. അത് നമുക്ക് അങ്ങനെ അനുവദിക്കാൻ പറ്റുന്നില്ല. നമ്മളൊരു കുടുംബം നോക്കണല്ലേ. ചേട്ടന് ഒരു കുടുംബം നിന്നെ നമിച്ചടി. ഞാൻ ഇവിടെ ഇങ്ങോട്ട് വന്നിട്ടേ നീ വരണ്ട, നിന്റെ മനസ്സ്. ഞങ്ങൾക്കാണ് അതെ, സീരിയസ് ആയിട്ട് പറഞ്ഞ. അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയല്ലോ, അതാണ്. ഇനി ഞാനും നീ ആയിട്ട് ഒരു കമ്പനി ഉണ്ടാവില്ല. ഈ ഫ്ലോറാണ് സത്യം. അല്ല, നമ്മളെ എങ്ങനെ ജയിച്ചു കണ്ട അങ്ങനെ കൊച്ചാക്കേണ്ട കാര്യമല്ല. നമ്മൾ രണ്ട് പിള്ളേരും കുടുംബമൊക്കെ ഉള്ളതല്ലേ. എനിക്കില്ല. കുടുംബനാഥൻ നമ്മുടെ റേഷൻ കാർഡ് നമുക്ക് സ്വന്തമായിട്ടുള്ള.
ഇവിടെ നിന്ന് വന്ന പിള്ളേര് വന്ന് ഗെയിം ഉണ്ടാക്കിയിട്ടാ ഞാൻ. ശരി, ഓക്കെ. അപ്പോൾ ഫൈനൽ കൺക്ലൂഷനിലേക്ക് നമ്മൾ വരികയാണ്. ലൈക്ക് ഇത് നമ്മൾ രണ്ടും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആ വഴിയിലേക്ക് വന്നിട്ടുള്ള റൂട്ടുകൾ പല പല രീതിയിലായിട്ടാണ് അത് വന്നിട്ടുള്ളത്. അവിടെ കട്ടറുള്ളത് മാറ്റി വിട്ടത്. അതെ അല്ലേ? ഓക്കെ. ഈ കട്ടറിലേക്ക് മാറ്റി വിടുന്നതിന് മുമ്പായിട്ട് ഞാനിങ്ങനെ കുന്തം പോലെ നിന്നിട്ട് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾ വരും ഒരു കുന്തത്തിനെ മാനിക്കേണ്ട കാര്യമില്ല. നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ കുന്തത്തിനെ മാനിക്കണോ ചാട്ട വരുമോന്ന് പറയാ. അതായത് എനിക്ക് ചുരുക്കി പറയാൻ അറിയില്ല. അത് എന്റെ അടുത്ത്. അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഫോളോ ചെയ്യാൻ രണ്ട് ടീമിന്റെയും ഉത്തരവാദിത്തമാണ്. സ്റ്റിക്ക് ചെയ്ത വയസ്സ് കൂടുതൽ നിങ്ങൾക്ക് എണ്ണം ഉണ്ടെങ്കിലും ലൈക്ക് റൂളായിട്ട് കളിച്ചിട്ടുള്ളത് ഇവരാണ്. അതിന്റെ കാരണം വൃത്തിയായിട്ട് പറഞ്ഞുതരാം. ഇവിടുന്ന് ഒരാൾ സ്റ്റാർട്ട് ചെയ്യുന്നു, ഇവിടെ വന്ന് സ്റ്റിക്ക് ചെയ്യുന്നു. ഇത് കഴിഞ്ഞാലേ അടുത്ത രണ്ടുപേര് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. നിങ്ങൾ അങ്ങനെയൊന്നുമല്ല, നിങ്ങളുടെ സ്വന്തം പ്ലാറ്റ്ഫോം ഇഷ്ടമുള്ള പോലെയാണ് കളിച്ചിരുന്നത്. പക്ഷെ നിങ്ങളിലും ലൈക്ക് ഫ്ലോസ് വന്നിട്ടുണ്ട്. ഇതില് നമ്മൾ രണ്ട് ടീമിനും ഈ റൗണ്ടില് മീൻസ് ഒരേ പോയിന്റ് കൊടുത്തിട്ട് നമ്മളൊരു ടൈ ബ്രേക്കറിലേക്ക് പോവാണ്. അതായത് റൂൾസ് പാലിച്ചുകൊണ്ട് ഈ എഡ്ജ് ഏതാണോ, ഏത് ടീമാണോ ഏറ്റവും ആദ്യം കംപ്ലീറ്റ് ചെയ്യണേ അവരായിരിക്കും വിൻ ചെയ്യാൻ പോകുന്നത്. ഈ വീടിന്റെ മുകളിലത്തെ വരി നോക്കൂ, മോളിൽ നിന്ന് താഴേക്ക് ആ വീട്ടിലേക്ക്. പൊട്ടന്മാരാണോ നിങ്ങൾ? ഒരു ലൈൻ കണ്ടുപിടിക്കാൻ അറിഞ്ഞൂടെ? അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ. ഒരുമിച്ച് അതായത് റൂൾസ് ആൻഡ് റെഗുലേഷൻസിൽ നമ്മൾ ഒരാളുടെ കഴിഞ്ഞടുത്ത ആൾ സ്റ്റാർട്ട് ചെയ്യണമെന്നില്ല. ഒരുമിച്ച് നിങ്ങൾക്ക് പ്ലേസ് ചെയ്തോണ്ടേയിരിക്കാം. ഓക്കെ, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മോളിൽ നിന്ന് താഴേക്ക് ഗ്യാപ്പ് ഉണ്ടാവരുത്, സ്ട്രെയിറ്റ് ആയിരിക്കണം. ഗ്യാപ്പ് ഉണ്ടാവരുത്, നീറ്റ് ആയിരിക്കണം, ഭംഗിയിൽ ഒട്ടിക്കണം. വെരി ഗുഡ്, വെരി ഗുഡ്. കീപ് മൂവിംഗ്. ഒത്തുപിടിച്ചാ പറ്റും. ടീം ആൻഡ് ടീം. വെരി ഗുഡ്. മേക്ക് ഇറ്റ് ഫാസ്റ്റ്. മേലുണ്ട് മേലുണ്ട്. അയ്യോ മേലുണ്ട് മേല്. അയ്യോ മേലുണ്ട്. ഒട്ടിക്ക് ഒട്ടിക്ക് ഒട്ടിക്ക്. മറിഞ്ഞ സിസർ വലിക്കണോ? മറിഞ്ഞ സിസർ വലിയ സാറ് കാണാതെ അവിടെ എന്താ ചെയ്യണേ? ഫിനിഷിംഗ് വർക്ക്. ഇതാണ് പറയുന്നത് സത്യമേവ ജയതേ. എവിടെ? ഇവിടെ ഫൈനലിൽ രണ്ടാം തവണ കളിച്ചാരും ജയിക്കും. ഇനി കൂടെ തുളുമ്പണോ? ഞങ്ങൾ ആദ്യം ജയിക്കാൻ വേണ്ടി അത്ര എഫേർട്ട് എടുത്തായിരുന്നു. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഇതിൽ ആരാ ജയിച്ചെന്നുള്ള ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് ഏതായാലും ഈ ഒരു ഗെയിം കഴിയുമ്പോ ഈ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിൽ സത്യമാണ് ഞങ്ങളോട് കാണിച്ച ഈ ക്രൂഷ്യൽ ക്രൂഷ്യൽ അല്ല, അവിടെ ക്രൂവലാണ് വരേണ്ടത്. ഓക്കെ, അപ്പൊ വളരെ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമായിട്ട് വീണ്ടും ഞാൻ വന്നിരിക്കുകയാണ്. പിന്നെയും വരികയാണ്. ഒരുപാട് ഫോൾട്ടുകൾ. അപ്പോ ഈ ഫോൾട്ടുകളെല്ലാം നമ്മളിപ്പോ പറഞ്ഞിട്ടുള്ളത് ഓരോന്ന് എണ്ണി പറഞ്ഞ ഫോൾട്ടുകളെല്ലാം നികത്തിക്കൊണ്ട് ഈ ഗെയിം അടിപൊളിയായിട്ട് കറക്റ്റ് റൂട്ട്. കൺഗ്രാറ്റുലേഷൻസ് ടു ബിനു അടിമാലി ആൻഡ് ടീം. എന്താണ് ഈ സാഹചര്യത്തിൽ പറയാനുള്ളത്? കാരണം അത്രയും നിർണായകമായ ഒരു യാത്രയിലൂടെയായിരുന്നു
താങ്കളും താങ്കളുടെ ടീമും അപ്പുറത്തുനിന്ന് വന്ന ഒരാളും കടന്ന് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. ഞാന് എനിക്ക് വ്യക്തമായി പറയുകയാണെങ്കിൽ മനസ്സ് നന്നായാൽ നമ്മളെല്ലാരും നന്നാവും. കൂടെ നിന്നിട്ട് മുതുകാല് വെട്ടി അതിന്റെ ഒരു പീസ് എടുത്ത് കറിയും കൂടെ ഉണ്ടാക്കി തിന്ന് അപ്പുറം പോയി വിജയശ്രീ ലാളിതയാകാമെന്ന് കരുതി മേളിൽ നിൽക്കുന്ന ദൈവം ന്യൂനല്ല ദൈവം. അതെ, ഇവിടുന്ന് ഇറങ്ങി പോകുന്നു എന്നൊക്കെ പറഞ്ഞ ആ ചടങ്ങില്ലേ, അതങ്ങ് നടത്തും. ആ ചടങ്ങിലേക്ക് നടക്കാം. ഇനി അമൃതാജെടുത്ത് കണ്ണ് കയങ്ങി അത് പുറമേൽ വന്ന് സോഷ്യൽ മീഡിയയിലെ കള്ളക്കളി അങ്ങ് അരച്ചു കലക്കി കുടിച്ച് വെച്ചിട്ട്. പക്ഷെ വേറെ കേസുണ്ട്. ഞങ്ങൾ 6 അടി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അത് കൊടുത്തിട്ട് വിട്ടാ മതി. ചേട്ടാ, ഒരു കുട്ടി ഇവിടുന്ന് പോകുമ്പോ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല. വയറ് നിറച്ചു കൊടുത്തു. അനു വേണേ പൊക്കോട്ടെ, സ്റ്റാർ മായിക്കിന് ഒന്നും ഒരു ചുക്കും പറ്റാൻ പോലുള്ള. പക്ഷെ 6 അടി കൊടുക്കണം, അത് വേറെ കേസ്. സാധാരണ അനു ഇങ്ങനെയായിരുന്നു വന്നോണ്ടിരുന്നത്. ഇന്ന് അടി കൊണ്ടിട്ട് പോണത് ഇങ്ങനെയായിരിക്കും. അല്ല, പറഞ്ഞ വാക്ക് എന്തെങ്കിലും നമ്മളെപ്പോഴും പറയും ഈ പറഞ്ഞു പോയ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലെന്ന്. അതിൽ കുറ്റബോധം തോന്നുന്നുണ്ടോ? പറയണ്ടായിരുന്നു അങ്ങനെ ഒരു തീരുമാനം. എന്ത് കുറ്റബോധം എന്നുപോലെ തുടങ്ങിയ ഈ വെല്ലുവിളി. ബോധമുണ്ടായിട്ട് വേണ്ട കുറ്റം. അനു പറ. അനു വാക്ക് പാലിക്കണം. തീരുമാനങ്ങള് എവിടെയെങ്കിലും വെച്ച് കാണാൻ വിഷമിക്കണെന്തിനാ? അല്ലല്ല, എന്താ ഇപ്പൊ മനസ്സിൽ തോന്നണേ? ഇപ്പൊ മനസ്സിൽ തോന്നണ വേറെന്താ? പുതിയ വണ്ടിയുടെ CC എങ്ങനെ ഞാൻ അടയ്ക്കും? അതുപോലെ ഈ ഇപ്പോഴുള്ള പോയി കഴിഞ്ഞാൽ ഇനാഗ്രേഷനും കിട്ടൂല. എന്തു ചെയ്യും? ഷൂഷും പോയി. മൊത്തക്കാരുടെ ഇനാഗ്രേഷൻ ഷൂന്നായി. അല്ല അനു, പറയാനു എന്താ തോന്നണേ? അവളത് മാർക്കറ്റ് ചെയ്തോണ്ടിരിക്കുക, നിങ്ങൾ മനസ്സിലാക്കുന്നില്ല. പക്ഷെ അത് പുറത്തിരുന്ന ഒരാൾ മാർക്കും ചെയ്യുന്നുണ്ടെന്നുള്ളത് എന്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞതാ. അല്ല, ഓക്കെ സർ, ഓക്കെ. 38 വയസ്സിൽ അറിവില്ലായ്മ. അത് സ്റ്റേഷനിൽ വിളിക്കണം. ഒരു സാഡ് ന്യൂസ് ഉണ്ട്. നമ്മുടെ ഇയറിൽ വന്ന അനുപേട്ടന്റെയും പാനലിന്റെയും ഡിസിഷനാണ്. അപ്പൊ ഓക്കെ, അല്ലാതെ അത് പറയൂ, അതാരും പറയൂ. ഞങ്ങളുടെ ഒരു ടീമിന് ഒരാൾ പോയെന്നല്ലേ ഉള്ളൂ. ഇവിടെ നിന്ന് ഇറങ്ങിയ ഒളിച്ചൊന്നും നിൽക്കരുത്, പറമ്പ് വിട്ട് പോകണം. ഈ പറമ്പ് വിട്ട് പോകണം, ഒളിച്ചൊന്നും നിൽക്കരുത്. നമ്മുടെ പാനലിന്റെ, നമ്മുടെ ഷോ ഡയറക്ടറിന്റെ ഡിസിഷൻ. അനുഭട്ടനും എല്ലാരും പറയുന്ന ഒരു കാര്യം, 6 വർഷമായില്ലേ നമ്മുടെ ഷോ. അപ്പൊ ചെറിയൊരു വികാരത്തിന്റെ പേരിൽ പോലും അങ്ങനെ ഷോ ക്വിറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു ചാലഞ്ച് ഒരിക്കലും. കോമഡി അല്ലേ? കോമഡിയാണോ വികാരം? തമാശ പറഞ്ഞത് ഞാൻ തമാശ അതൊന്നും കോമഡി ആയിട്ട് എടുക്കാൻ പറ്റൂല. പിഞ്ചേന്റെ ടീമിൽ നിന്ന് ഞാൻ സത്യം തമാശക്കാണ് ഇപ്പുറത്ത് വന്നത്, ഒരു കണ്ടന്റിന് വേണ്ടി. നമുക്ക് അന്നം തരുന്ന ഒരു ഫ്ലോറിൽ അങ്ങനെ വെല്ലുവിളിക്കാൻ പാടില്ല. എന്തെല്ലാം വെല്ലുവിളിച്ചിരിക്കുന്നു ചേച്ചി? ആര് ഞാൻ ഇറങ്ങി പോകുന്നു എന്നൊക്കെ വീട്ടിൽ പറയും പോലെ അങ്ങനെ പറയാൻ പാടില്ല. ഇത് തോറ്റു കഴിഞ്ഞാൽ ഞാൻ ഈ ഫ്ലോറിൽ നിന്ന് പോകുന്നു. എനിക്ക് ഞാൻ അന്നൊരു തമാശ പറഞ്ഞു തരാണ് ഞാൻ 3 വർഷത്തെ ഗ്യാപ്പ് എടുത്തത്. അത് നിന്റെ കയ്യിലിരിപ്പ്. അതുകൊണ്ടൊന്നല്ല, കമ്പനി എന്നിട്ട് ഞാൻ വീട്ടിൽ പോയി കയ്യാ കാലം പിടിച്ചിട്ടാണ് ഞാൻ വന്നത്. കയ്യും കാലം പിടിച്ച് 3 വർഷം കഴിഞ്ഞ് വന്ന് വിളക്കേല് തിരിയും കത്തിച്ചിട്ട് ഇവൻ ആദ്യം LED വാള പൊളിച്ച. ശരി, ഷോ ഡയറക്ടർ, നമ്മുടെ പാനൽ എല്ലാവരും കൂടെ ഇപ്പൊ എടുത്തിട്ടുള്ള ഡിസിഷൻ. അല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഇവരുടെ മാത്രമല്ല, ഫ്ലവേഴ്സ് ഹോൾ ടീമിന്റെ. എനിക്ക് ഭയങ്കര വിഷമമുണ്ട്. കാരണം ജിഷിൻ ചേട്ടനെ പോലുള്ള ഒരാള് വന്നപ്പോ അനുവിനെ പോലുള്ള ഒരാളോട്, അനുവിനെ പോലെ എന്തൊരാള്, 100 പേരെ താടി വെച്ച ഒരാള് വന്നപ്പോ മീശയും താടിയില്ലാത്ത ഒരാള് പോയി. അപ്പൊ ഇനി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ ചോദിക്കും, ആ സൂസുന്ന് പുറത്തായപ്പോ ഫ്ലവേഴ്സിൽ നിന്ന് തന്നെ പോയെന്താന്ന് ചോദിക്കൂലേ? അപ്പൊ ഇതിന്ന് ഇറക്കി വിടണമല്ലോ. കയ്യിലിരിപ്പ്. അതായത് കമ്പനി അനുവിന്റെ അടുത്ത് ഫോഴ്സ്ഫുള്ളി ഒരു ബ്രേക്ക് എടുക്കണം എന്നാണ് പറയുന്നത്. ഇനി 3 കൊല്ലം കഴിഞ്ഞിട്ട് വരാന്ന് വെച്ചാൽ ഫിലോമിനി ആവുകയും ചെയ്യും.
പിന്നെ 3 വർഷം കഴിയുമ്പോ അവന്റെ കോലം കാണാൻ ഒന്നുകൂടെ അങ്ങോട്ട് ഇതെന്റെ വഴിപാടായിരുന്നു. അവളുടെ പുറകെ ആരെങ്കിലും പോകും, അവൾ എന്തെങ്കിലും കടുങ്ങി ചെയ്യും. എന്റെ ഫ്രൂട്ട് സലാഡ് എടുത്ത് തിന്നു. എനിക്ക് അതാ വിഷമം. അവിടെ പോയി കരയുന്നുണ്ടാവും കേട്ടോ. ഈ വിഷമം കൊണ്ട് പോയിട്ട് തണ്ണിമത്തനൊക്കെ വിഴുങ്ങും. കണ്ടകശനി കൊണ്ടേ പോളൂ, ബാഗും കൊണ്ടാ പോണേ. അനു നമ്മുടെ ഫ്ലോറിൽ നിന്ന് കരഞ്ഞിറങ്ങി പോയിരിക്കുകയാണ്. നമ്മളിനി എന്താ ചെയ്യണ്ടേ? എന്ത് ചെയ്യാൻ? പോവില്ല. വിളിക്കാണ്ട് തിരിച്ചു വന്നിട്ടുണ്ട്. അത് ഉള്ളി എടുക്കാൻ പോയത്. എപ്പോഴും കണ്ണീര് വരൂല. ടിപ്പിന്റെ എങ്ങാനും മറന്നു വെച്ചിരുന്നോ? ഒരു മിനിറ്റ് എന്താ പറഞ്ഞ? കമ്പനി പറഞ്ഞിട്ടുള്ളത് അനുവിന്റെ അടുത്ത് ബ്രേക്ക് എടുക്കണം എന്നാണ്. പക്ഷേ പോണ പോക്കില് എന്താണോ ചലഞ്ച് ചെയ്തിരുന്നത് ആ 6 അടി നിങ്ങൾക്ക് അടിക്കാം, എന്നിട്ട് അനു വിൽ ബി സേയിങ് ഗുഡ് ബൈ. അനു നമ്മുടെ തീരുമാനം. അനു ഞങ്ങളുടെ തീരുമാനം അതാണെന്നാണ് അനുപേട്ടൻ പറഞ്ഞത്. സീരിയസ് ആണോ? ഇത് ഓൺ എയറിൽ പുള്ളിയുടെ ശബ്ദമാണ് കേട്ടത്. അനു പറയണത് 5 വർഷം മുമ്പ് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇത് തമാശയാണെന്ന്. അങ്ങനെ ഒരു എപ്പിസോഡ് നമ്മുടെ കയ്യിലില്ല. സത്യം ഞാൻ ബിൻചേട്ടൻ ചൂടായപ്പോഴേ ബിൻചേട്ടൻ കാര്യം പറഞ്ഞു. ഞാൻ ചൂടായതല്ല, ഞാൻ തമാശന്ന് വിചാരിച്ചത്. ഞാൻ തമാശ. നിങ്ങൾ തമ്മിലുള്ള പ്ലാനിങ് അങ്ങനെ എന്തോ അല്ലല്ലോ. ഇവിടെ ആകെ ടെൻഷനായിരുന്നു അല്ലേ ആദ്യം അവിടെ നിന്ന്. വീണ്ടും പാനലിൽ നിന്ന് പറഞ്ഞിട്ടുള്ളത് അനുവിനെ ആ 6 അടി നമ്മൾ അടിക്കണില്ല. വി വിൽ മിസ് യു. ഫോഴ്സ്ഫുള്ളി സ്റ്റാർ മാജിക് ടീം ബൈ പറയാണ്. അടിക്കണ്ട. കാരണം തല്ലിട്ടിറക്കി വിട്ടു എന്നുള്ളൊരു ചീത്തപ്പേര്. അടിച്ചിറക്കി എന്ന് പറയും. അനുവിന് എന്താ പറയണ്ടേ? പറ്റിക്കുന്ന അല്ല, പറ്റിക്കല്ല, ശരിക്കും പറ്റിക്കല്ല. ഗെയിമിൽ പിന്നെ തമാശയൊക്കെ വരൂല്ലേ? ജീവൻ വെച്ചുള്ള കളിയാണ്, അതിലെങ്ങനെ തമാശ വരുന്നത്? അനുവിന് ഒരു 6 months ബ്രേക്ക് ആണ് കമ്പനി ഫോഴ്സ്ഫുള്ളി അനുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. 6 അടിക്ക് പകരമായിട്ട് സസ്പെൻഷൻ. 4 അടി കൊടുത്തിട്ട് ഒരു 2 മാസം മാറ്റി നിർത്തിയാലോ? ചേച്ചി വെല്ലുവിളിച്ചൊക്കെ വെറുതെ തമാശക്കാണ്. എന്തായാലും താങ്ക് യു സോ മച്ച്. 6 മാസം ഫ്ലോറിലില്ലാന്ന് അനു അങ്ങനെയുള്ളൂ, പക്ഷെ കീപ്പ് ഇൻ ടച്ച്. അനു ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ലവ് യു സോ മച്ച്. വിൽ മിസ്. ലക്ഷ്മി അടുത്തേക്ക് പോവാം. അനു ഇറങ്ങിക്കോളൂ.
ലക്ഷ്മണേ അനു എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ തമാശക്കാണ് ഇത്രയും നാൾ തമാശക്കില്ലേ ഗെയിമിലെല്ലാം കൊണ്ടുപോയിക്കൊണ്ടെന്ന്. എന്നിട്ട് പിന്നെ ചേട്ടൻ പറഞ്ഞു ഈ ഫ്ലോറാണ് സത്യമായിട്ട് ഇനി ഈ ജന്മത്തിൽ ചേട്ടൻ ഇനി എൻ്റെ അടുത്ത് മിണ്ടേ സംസാരിക്കുകയില്ല എന്ന്. പോണ പോക്കിന് എന്റെ അത്താഴം കൂടെ മുടക്കാനുള്ള പരിപാടിയാണ്. അത് കൊള്ളാം സാറേ. ഇതെന്നാ പരിപാടിയാ സാറേ? അവളുടെ പണിയോ പോയി. ഈ ബിനിച്ചേട്ടൻ പറഞ്ഞു കേട്ടോ. ഇപ്പൊ ഇത്രയും പേര് പറഞ്ഞത് പിന്നെ സ്റ്റാർ മാജിക് എന്തിനാണ് എന്നെ വിളിച്ചത്? ചുമ്മാ വായി അടച്ചു വെച്ച് മൈക്ക് വെച്ചോണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ല, ഞാൻ ആ ടീമിൽ ഇരുന്നിട്ട് ആ ടീമിൽ എന്തെങ്കിലും കണ്ടന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളെല്ലാരും വരുന്നത്. ചേട്ടൻ തോക്കുന്നതും ജയിക്കുന്നതും തമാശക്കല്ലേ പറയുന്നു ഇതെല്ലാം. ഞാൻ കുറ്റക്കാരനാ. ഇത് പറഞ്ഞു വിട്ട ഞാനെന്ന് സോഷ്യൽ ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആ ടീമിൽ പോയത് തമാശക്കല്ലേ പോയത്? എന്തിനാണ് സീരിയസ് ആയിട്ട് എടുക്കുന്നത്? അതാണ് ഞങ്ങൾക്ക് ദേഷ്യത. തമാശക്കല്ല ഇവിടെ സീരിയസ് ആയിട്ട് വന്നിട്ട് ഞങ്ങൾ ജയിച്ചേനെ. ഞാൻ ഇവിടെ പറയുന്നില്ല എല്ലാം എന്തെല്ലാം പറയുന്നത് ചേച്ചി. താടി എടുക്കാം, മീശ എടുക്കാം എന്നൊക്കെ എന്തെല്ലാം പറയുന്നു. അതുപോലെയാണ് ഞാൻ ഈ ഫ്ലോറിൽ നിന്ന് പോകും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വിടും ഇവിടെ നിന്ന്. റെഡി റെഡി റെഡി. ലക്ഷ്മി അടുത്തേക്ക് പോവാം. അനു ഇറങ്ങിക്കോളൂ. അറിയരുത്. അയൽവക്കത്തെ വീട്ടിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോ അപ്പുറത്തെ അമ്മായി വന്ന് നിൽക്കും പോലെ. എന്നിട്ട് വൈകുന്നേരം ഭയങ്കര കുറ്റം പറഞ്ഞുണ്ടാക്കാനാ. എന്താ പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. അതിന് പോവില്ല എന്നാ പറയണേ. പോവാൻ പറഞ്ഞ് ഞാൻ പോവും. ഇത് നീ എന്തിനാ എന്റെ പേര് വിളിച്ചിറക്കിയ അതിനകത്ത്? ചേട്ടനല്ലേ കേട്ടോ അടുത്തത് പോകേണ്ടത്, അതായിരിക്കും. അതിനുമായിട്ട് നമ്മൾ കാര്യം ചോദിക്കട്ടെ, എന്നെ എന്തിനാണ് പറഞ്ഞു വിടണേ? സഖി കേട്ടിട്ട് മനസ്സിലായില്ല. അല്ല പറ ചേച്ചി, എന്തിനാണെന്ന് പറഞ്ഞു വിടണേ? സ്റ്റാർ മാജിക്കിൽ ഒരു ഫാമിലി എന്നല്ലേ പറയാറില്ലേ? അപ്പൊ അത് തമാശക്കാണെങ്കിലും ലൈക്ക് നമ്മുടെ പാനൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര ഹെൽപ്ലെസ് ആണ്. അതാ ഈ ഒരു സാധനം ഞാൻ വെച്ചിട്ടുണ്ട്. അവിടെ നിന്ന് ഇൻഫോർമേഷൻസ് അനുബേട്ടനും നമ്മുടെ ഹോൾ ടീമും പറയുന്നുണ്ട്. അത് കേൾക്കുക. അതിന്റെ അത്ര വിഷം കൂടി അതെടുത്ത് മാറ്റിയാ പോരെ? സോറി ചേച്ചി ചുമ്മാ കരയൂല എന്റെ അടുത്ത്. സുമേഷ് ഏട്ടാ, നിങ്ങൾ കുറച്ചു നേരം ഒന്ന് കൗണ്ടർ അടിക്കാതിരിക്കുമോ? അവൾ അത് തമാശന്ന് വിചാരിച്ചു. ഇത് സീരിയസ് ആയ ഒരു സംഭവം ഇവിടെ നടക്കാം. സത്യമാണോ ചേച്ചി? വേണ്ട, എന്തോ ഞാൻ പൊക്കോളാൻ. അങ്ങനെ പറയണ്ട. നിന്നിട്ട് പറഞ്ഞു ചേച്ചി പറ. അനുപന്റെ അടുത്ത് അല്ലെങ്കിൽ അനുപന്റെ അടുത്ത് പറമാക്കി കൂടെ എന്റെ അടുത്ത് പോവാൻ. ഞാൻ പൊക്കോളാൻ ഇറങ്ങി. അനുബേട്ട, നമ്മുടെ ഷോ ഡയറക്ടർ മൈക്കിൽ കൂടെ പറയാണ് അനു പോണെന്ന് പറയുകയാണെങ്കിൽ അനു പോവും. എല്ലാ തീരുമാനം എടുത്തു കഴിഞ്ഞു. തീരുമാനം എന്താന്ന് അനുബേട്ടൻ ലക്ഷ്മി പറഞ്ഞേനെ, മാറ്റമൊന്നുമില്ല. സോ സോറി അനു.
ബിൻചേട്ടാ എന്റെ തല അങ്ങനെയല്ല ബിൻചേട്ടാ അങ്ങനെയല്ല. നിങ്ങൾ തമ്മിലുള്ള ഒരു സ്പാർക്കിൽ നിന്നാണ് ഇത്രയും കാര്യങ്ങൾ തുടങ്ങി. ഏത് പോർക്ക് ഞാൻ എന്ത് സ്പാർക്കാണോ നടത്തി? അങ്ങനെയല്ല, നിങ്ങൾ തമ്മിലുള്ള ഒരു പ്രശ്നത്തിൽ നിന്നാണല്ലോ ഇത്രയും. ഇല്ല അവളെ എന്റെ കൂടെ തന്നെ വിജയിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അവള് നേരെ കണ്ണി ചോരയില്ലാതെ അങ്ങോട്ട് അതെ പോയി. ചേട്ടാ, ഇപ്പൊ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾക്ക് ഇങ്ങനെ ഒരു കമ്പനി ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തപ്പോ ആസ് ബ്രദർന്നോ അല്ലെങ്കിൽ ഫ്രണ്ടെന്നോ ബിനു അടിമാലിന്നോ നേരത്തെ പറഞ്ഞു നിങ്ങൾ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല എന്ന് ചേട്ടൻ അവിടെ നിന്ന് പറഞ്ഞു കേട്ടു. ആര് കാണിക്കുന്ന ആളിനെ പുറത്താക്കുക എന്നുള്ള ഒരു നല്ല തീരുമാനം ഞാൻ സപ്പോർട്ട് ചെയ്യുന്നല്ല. പിന്നെ ചേട്ടന് ഈ സമയത്ത് എന്താ പറയാനുള്ളത്? നമുക്കങ്ങനെ പ്രത്യേകിച്ച് ആരോടും വലിയ വൈരാഗ്യോ ഇതൊന്നും എനിക്കില്ല. പക്ഷെ ഇവിടെ നമ്മുടെ ചാനൽ ഇങ്ങനെ പറയുമ്പോൾ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പൊ നാളെ എന്നെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഏറ്റാലോ, സുമേഷിനെ എവിടെ നിന്ന് പറഞ്ഞോളാന്ന് വെച്ചാൽ പോയി ഇപ്പൊ ഒന്നും പറയാൻ പറ്റില്ല. നമ്മൾ പോരുന്നതാണ് നമ്മുടെ ആഗ്രഹം. നമ്മളങ്ങനെ നമ്മുടെ സഹപ്രവർത്തി ആയതുകൊണ്ട്. പിന്നെ ചാനലിന് ഒരു തീരുമാനം ഉണ്ട്, അതിന്റെ ഡയറക്ടറൊക്കെ ഒരു തീരുമാനം ഉണ്ടെങ്കിൽ. അല്ല, ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും കേമന്മാരാണെന്നും പറയരുത്. ആ കൊച്ചു ഇവിടെ ഒരു നഷ്ടവും വരുത്തി വെക്കാത്തതുകൊണ്ടാണ് അതിനെ പറഞ്ഞു വിട്ടത്. നിങ്ങളെ ഒന്നും വിടാത്തത് നിങ്ങളുടെ അതിന് കുറെ പിടിക്കാനുണ്ട്. അവൻ വണ്ടിക്കൂലി ഗൂഗിൾ പേ അവൻ ഇത്തരം സന്ദർഭങ്ങളിൽ മോഹൻജി ചിരിച്ചിട്ടേ ഉള്ളൂ. അല്ല, ഒരു സെക്കൻഡ്, ഞാനൊരു കാര്യം അത്രയും കമ്പനിയായിട്ട് അത്രയും അല്ലേ? ഇത്രയും നാള് വളരെ മനോഹരമാണ്. നമ്മളിപ്പോൾ ഞാനൊക്കെ അന്വേഷിക്കുമ്പോൾ സ്റ്റാർ മൈക്ക് കാണുമ്പോൾ അനുവും തങ്കച്ചനും വലിയ ബിബിൻ ചേട്ടനും എല്ലാവരും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന ഒരു ഷോ ആണിത്. അപ്പോൾ അത്രയും പെർഫോമൻസ് ചെയ്തിട്ട് അനുവിനെ പറഞ്ഞു വിടുക, അല്ലെങ്കിൽ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ നമുക്കത് നേരത്തെ കുറെ എഴുതിയിൽ എണ്ണ ഒഴിക്കണ്ടായിരുന്നല്ലോ. എഴുതിയിൽ എണ്ണ ഒഴിക്കാനല്ല, ഒരാളെ പറഞ്ഞു വിടുമ്പോൾ വിഷമിക്കാതിരിക്കാൻ വേണ്ടി. ആ കുട്ടി ഇപ്പോൾ ഒരു പെൺകുട്ടി എത്ര പ്രാവശ്യം കരഞ്ഞ് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞാൽ ആ കുട്ടിക്ക് വിഷമമില്ലേ? ആ സമയത്തൊന്ന് സന്തോഷിച്ചു പോട്ടെ, പോകുമ്പോൾ സന്തോഷിച്ചു പോട്ടെ. ബസ്സിൽ ഇരിക്കുമ്പോൾ എൻ്റെ തമാശ പുറത്ത് ചിരിച്ചാലോ. ഇതാണ് സ്റ്റാർ മാജിക്. വെല്ലുവിളികൾ എപ്പോൾ വേണമെങ്കിലും ആവാം. ആൻഡ് എൻ്റെ ജോലി എന്ന് പറയുന്നത് ദ ഷോ മസ്റ്റ് ഗോ ഓൺ. എല്ലാവരോടും പറയാനുള്ളത്, നമ്മുടെ ജോലി, നമ്മുടെ അന്നം വെച്ചിട്ട് നമ്മൾ വെല്ലുവിളിക്കാൻ പാടില്ല എന്നുള്ളൊരു ലെസൺ അല്ലെങ്കിൽ ഒരു സോളിഡ് എക്സാമ്പിൾ ഇന്നത്തെ എപ്പിസോഡിൽ തന്നെ ഒരു പ്രൂഫായിട്ട് നമ്മുടെ മുന്നിലുണ്ട്. എന്തൊരു കാര്യം നമ്മൾ പറയുമ്പോഴും അത് 2 തവണ ചിന്തിക്കുക. പറഞ്ഞു പോയ വാക്കൊരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു ലെസൺ നിങ്ങൾക്കും കൂടെ തന്നിട്ട് ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് അനു, ഞാൻ അനുക്കുട്ടീനെ വിളിക്കാറ്. അനുക്കുട്ടി, വി വിൽ മിസ് യു എ ലോട്ട് എന്ന് പറഞ്ഞിട്ട് ഈ ഫ്ലോറിൽ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. സോ നൗ വി ആർ സേയിങ് ബൈ ഫ്രം സ്റ്റാർ മാജിക്. ബൈ ആൻഡ് അനു. ശരിക്കും ഇത് റിയാലിറ്റി ഷോ ആണോ എന്ന് വരെ ഡൗട്ടായി പോണു കേട്ടോ. കാരണം എന്തായാലും മനു സ്ട്രിക്ട്ലി 6 monthsന് സ്റ്റാർ മാജിക്കിൽ നിന്ന് ഫോഴ്സ്ഫുള്ളി ബ്രേക്ക് എടുക്കാനുള്ള കമ്പനിയുടെ ഡിസിഷൻ അനു ഫോളോ ചെയ്യും. അവള് പെണ്ണാണെങ്കിൽ അവള് തിരിച്ചു വരില്ല. അല്ല, ഇത് റിയൽ ആണോ അതൊന്നും മനസ്സിലാവണില്ല. അനുവിന്റെ വിഷമം കാണുമ്പോൾ നമുക്ക് സങ്കടം വരുന്നുണ്ട്. പിന്നെ ഫ്ലോറാണ്, നമുക്ക് ഇവിടുന്ന് അനങ്ങാൻ പറ്റില്ല. നമുക്കും പോയി അവളെ ആശ്വസിപ്പിക്കാൻ പറ്റില്ല. ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ബൈ പറയാണ്. ബ്രാൻഡിങ് പറയണോ? അതും കൂടെ അങ്ങ് പറഞ്ഞേരെ. അങ്ങ് കരഞ്ഞു നിന്നുണ്ട്. So now we are saying bye-bye from Amritaveni Hair Elixir presents My G Future Star Magic powered by Ajmi Steam Made Puttupudi. Good night. നമ്മൾ ഹാപ്പി ആയിട്ട് കിട്ടും എല്ലാവരും. പോയെന്നും പറഞ്ഞിട്ട് എല്ലാവരും ഏതാണ്ട് മരിച്ച വീട്ടിലിരിക്കും പോലെ ഇരിക്കാതെ. ഓക്കെ, ഗെയിം കെട്ടിക്കോ. എങ്ങനെ ചിരിക്കാൻ എങ്ങനെ ചിരിക്കാൻ പറ്റണേ? സ്വന്തം ഗെയിം പറഞ്ഞു കൊടുക്കും. എല്ലാവരും ഗെയിം കേൾക്കൂ അവിടെ ഇരുന്ന് ഗെയിം കേൾക്കൂ എല്ലാവരും. എനിക്ക് ഇങ്ങനെയുള്ള സെന്റിമെന്റ്സ് ഇല്ല, എന്തെങ്കിലും പറയാൻ പറ്റും. നെക്സ്റ്റ് ഗെയിം മൃദുല അവിടെ ഇരിക്കും. നെക്സ്റ്റ് ഗെയിം കേൾക്കൂ. ചേട്ടാ, എനിക്ക് അവിടെ നിന്ന് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് ഞാൻ പറയാ ചെയ്തിട്ടുള്ളത്. ഒരു ചായരോ? പെട്ടെന്ന് എല്ലാവരും ഫ്ലോറിൽ വേണം. ആർട്ടിസ്റ്റ് പുറത്തിറങ്ങല്ല. ചെറിയൊരു ഗെയിമാണ്, പെട്ടെന്ന് തീർക്കാം. സൈലൻസ്, ആക്ഷൻ. നമ്മളിനി അടുത്ത ഗെയിമിലേക്ക് കടക്കാൻ പോവാണ്. അടുത്ത ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബലൂൺസ് വെച്ചിട്ടാണ് ഈ ഒരു ഗെയിം നമ്മൾ കളിക്കേണ്ടത്. എനിക്ക് എന്താണെന്ന് അറിയില്ല, എനിക്ക് ഭയങ്കര സന്തോഷം. അല്ല സത്യം പറഞ്ഞാലേ കൊള്ളാട്ടോ. അങ്ങനെയല്ല, ഞാൻ ഒരു കാര്യം പറയട്ടെ.
ഓരോരുത്തർ എന്താണെന്നുള്ളത് നമുക്ക് പല പല സിറ്റുവേഷൻസ് നമുക്ക് മനസ്സിലാവും. എക്സ്ക്യൂസ് മീ, എന്താണ് നിനക്ക്? നമുക്ക് ഇപ്പൊ ഞങ്ങളുടെ ടീമായിരുന്നില്ല അനു. എനിക്കും ഭയങ്കര സന്തോഷം. സത്യം പറഞ്ഞതേ, ഞാൻ വേറൊന്നുമല്ല പറഞ്ഞ, ഈ കഴിഞ്ഞ ഗെയിമിൽ ഇപ്പം എന്താ അറം പറ്റുന്ന പോലെ ഇവിടെ നാം ഇത് വെച്ചിട്ട് ചെയ്യുന്നില്ല. സത്യം പറഞ്ഞിട്ടേ, അവള് അത് ചെയ്തില്ല. സാധാരണ എടുത്തിയാടി ഓരോന്നൊക്കെ ചെയ്യുന്നതാ. ഇവിടുന്ന് വന്നിട്ട് അവിടെ ഒട്ടിക്കാൻ പോകണൊക്കെയാ. പക്ഷെ പുള്ളിക്കാരൻ അനങ്ങിയില്ല. ഞങ്ങൾ ജയിക്കാൻ വേണ്ടിയിട്ടില്ല. അതെ, ചില സീരിയസുകൾ നമ്മൾ സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം. ഞങ്ങളിവിടെ എല്ലാവരും മിണ്ടായിരിക്കും. നീ ഭയങ്കരമായിട്ട് കൗണ്ടർ പറച്ചിലും ബഹളം അത് ഇതൊക്കെയാണ്. ഞാൻ പറയാം കാരണം എന്താണെന്നറിയാമോ, ഞങ്ങൾ മിണ്ടായിരുന്നപ്പോ ഒരു കൊച്ചു ഇവിടെ നിന്ന് ഇറങ്ങി പോവാ. ഞാൻ ഒരു കാര്യം പറയട്ടെ, ചേട്ടൻ ഒരു പക്ഷെ ഇന്നലെ വന്നിട്ടുള്ളത് കൊണ്ടായിരിക്കും ചേട്ടൻ അത്ര ഒരു അറ്റാച്ച്മെന്റ് തോന്നാത്ത. പക്ഷെ എനിക്ക് അറ്റാച്ച്മെന്റ് അല്ലായിരുന്നു. ഇവിടെ നിന്നപ്പോ എനിക്കൊരു അറ്റാക്ക് മൈൻഡ് ആയിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോ തങ്കച്ചൻ അവനും ഇപ്പൊ ഇവിടെ വന്ന് വെച്ചാൽ എന്താ പറഞ്ഞേ, ഭയങ്കര സന്തോഷമായി പോയെന്ന്. എനിക്കും അതെ. ഇതൊക്കെ എനിക്ക് എക്സ്ട്രീം ആണ് കേട്ടോ. ഞാനൊരു ആങ്കർ ആയിട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രം ഇതിന് ഞാൻ മറുപടി പറയണില്ല. കാരണം നമുക്ക് സഭ്യമായിട്ട് ഷോ ചെയ്തല്ലേ പറ്റുള്ളൂ. ഞാൻ ആ സമയത്ത് പറയണ്ടോ ടീമിന് സന്തോഷമായി എന്ന് പറയണ്ടോ? ഇത് അമ്മായി തന്നെ. ഇല്ല എന്റെ അനിയത്തിയാണ്. എനിക്ക് വിഷമം ഉണ്ടെന്ന് എല്ലാവർക്കും വിചാരിക്കും. പക്ഷെ എനിക്ക് മുട്ട സന്തോഷമാണ് അവള് പോയതിന്. ലക്ഷ്മി, ഞാൻ അന്ന് എന്തോ ഒരു തമാശ പറഞ്ഞ അനൂപ് എന്നെ ബ്ലോക്ക് ചെയ്ത് ഇതുവരെ ബ്ലോക്ക് വരെ മാറ്റിയിട്ടില്ല. അനൂപ് പറഞ്ഞു തന്നെയാണ്. ഷോ ഡയറക്ടർ അത് ഒരു കാര്യത്തിൽ നമ്മൾ തമ്മിൽ ചെറുതായിട്ടൊന്ന് കാര്യമില്ലാത്ത എന്നിട്ട് വേറെ നമ്പറിൽ നിന്ന് മെസ്സേജ് അയച്ചപ്പോഴാണോ പുള്ളി തിരിച്ചു കയറ്റിയത്? ഇല്ല, നേരെ വീട്ടിൽ അതൊന്നുമില്ല. ഫ്ലാറ്റില് നേരെ വീട്ടിൽ ചെന്നിട്ട് അപ്പച്ചന്റെ അമ്മച്ചിയുടെ കാലയിലൊക്കെ അങ്ങ് വീണ് ഒരു വളയം അങ്ങോട്ട് കൊടുത്തു. ഇത്രയൊക്കെ കമ്പനി പറഞ്ഞിട്ടും ഇത്രയൊക്കെ ആൾക്കാർ പറഞ്ഞിട്ടും അനു സ്റ്റിൽ ഒരു ഓഡിയനായിട്ട് നമ്മുടെ മുന്നിലിരുന്ന് ബാക്കി കണ്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അത് എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ ഹാർട്ട് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഞാൻ എന്ത് ചെയ്യും? എനിക്ക് അതിനുള്ള പറഞ്ഞു വിട്ടവര് പറഞ്ഞ വീട്ടിൽ പോണം. അനു, പക്ഷെ പോണേന് മുമ്പ് എനിക്കൊരു കാര്യം പറയണം. ഇവരാര് എന്തൊക്കെ പറഞ്ഞാലും ഇപ്പൊ ബിനുചേട്ടന്റെ മനസ്സ് ഞാൻ അറിഞ്ഞു. അതുപോലെ തന്നെ ഇവര് ഓരോരുത്തരും ഇങ്ങനെ ഈ സമയത്ത് ഇങ്ങനെയൊക്കെ ഞാൻ ആസ് എൻ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ നക്ഷത്ര എന്നുള്ള രീതിയിൽ ഞാൻ പറയാണ്, അടുത്ത ഗെയിം ഞാൻ അനൗൺസ് ചെയ്യുമ്പോ അനുലാണ്ട് ഞാൻ എങ്ങനെ ഗെയിം അനൗൺസ് ചെയ്യും? അനിയത്തിൻ ചേട്ടത്തെ ഇവിടുന്ന് ഗെയിം ചെയ്യണം. ഞങ്ങൾ ഇറങ്ങി പോകും. ഗെയിം കളിക്കണമെങ്കിൽ കള്ളത്തരം കാണിക്കാൻ കുട്ടിത്തരം കാണിക്കാൻ ഒരാളെ ആവശ്യമുണ്ട്. അനു കം. എത്തിയിട്ട് വേണം കുറച്ചു പേർക്കുള്ള മുട്ട ഞങ്ങൾ കുഴിച്ചിടാനുള്ള സ്പോട്ട് കണ്ടെത്തി. ഇതിനടക്കം തന്നെ മുട്ട ഓർഡർ ചെയ്ത് കഴിഞ്ഞ് അനു ജ്യൂസ് കൊണ്ടേ കൊടുക്കുവാണെങ്കിൽ ഒരു അന്തസ്സുണ്ട്. ആരോട് വെച്ചിട്ടാണ് അനുവിനെ തിരിച്ചു കയറ്റിയത്? മാറിക്കോ. അതെ, ഞാനിതിനെ ആഘോഷിച്ചിട്ടില്ല. ഞാൻ ഒരു സെക്കൻഡ് കൊടുത്തത് കൊച്ചിനാ കൊണ്ട്. ഋതം വന്നു. അത് ഞാൻ പറഞ്ഞിട്ടല്ലേ, അതുകൊണ്ടാണ് പറഞ്ഞത്. അനുവിന് ഏറ്റവും ടെൻഷൻ ആയത് ഞാൻ കരയണുണ്ടപ്പോ അനുവിന് ഭയങ്കര ഡൗട്ടായി. ചേച്ചി അല്ലേ ഞങ്ങള് പറഞ്ഞതൊന്നും കണ്ടിട്ട് പുള്ളിക്കാരത്തേക്ക് അങ്ങോട്ട് ഏറ്റില്ല. എത്ര കിട്ടിയാലും അതല്ല വേറെ കോമഡി, ഒരു സീരിയസ് കോമഡിയെ എന്നെ പറഞ്ഞു വിടുവാണ്. എന്നാ ബിനുവടിമാലിക്കിട്ട് ഒരു പണി ഇരിക്കട്ടെ. ഫസ്റ്റ് റൗണ്ട് തന്നെ നമ്മൾ ജയിച്ചപ്പോ തന്നെ ബിൻചേട്ടൻ പറഞ്ഞില്ല, നിങ്ങൾ കേട്ടില്ലേ? എടി പൊട്ടി. ബിൻചേട്ടൻ
പറഞ്ഞു ബിൻചേട്ടൻ പറഞ്ഞത്. സത്യമായിട്ട് ഇനി മിണ്ടത്തില്ല നീ. പഠിച്ച കള്ളിയാണ്. ഇല്ല ഇല്ല അങ്ങനെയാണെങ്കിൽ മൈക്കിൽ കൂടെ പറയാത്തത് നിങ്ങൾ പറ. സീരിയസ് ആയിട്ടല്ലേ പറഞ്ഞത്? ആണോ അല്ലയോ? അങ്ങനെ തന്നെ പറഞ്ഞു. ഞാൻ കേട്ടോ കേട്ടോ അങ്ങനെ പറഞ്ഞു കേട്ടോ. അങ്ങനെ പറഞ്ഞു കേട്ടോ. പൊട്ടിയാ അങ്ങനെ പറഞ്ഞു. അല്ലാന്ന് ആരാ പറഞ്ഞേ? ഞാൻ പറയട്ടെ, ഇത് പോവാൻ തീരുമാനിച്ചാണ് ഇവൻ സൈന പ്രദർശനം ഞാൻ ചെയ്ത് വരാൻ വേണ്ടിട്ടാ. എനിക്ക് കിട്ടണം ഇവിടെ. എന്നോട് എന്താ പറഞ്ഞേ? പോവാൻ വേണ്ടിട്ടാ ശൈന പ്രദർശനം എന്നല്ലേ പറഞ്ഞു? ആരോട് ക്ഷമിച്ചാലും അവനോട് ക്ഷമിക്കരുത്. പോവാൻ വേണ്ടിട്ടാ ശൈന പ്രദർശനം എന്ന് പറഞ്ഞു. അതെ, ഞാൻ പോയി വിളിക്കാൻ വേണ്ടിട്ട്. എന്തൊക്കെയാണെങ്കിലും നമ്മുടെ അനുക്കുട്ടി എന്ന് പറയുന്നത് ഇവിടുത്തെ ഇതല്ലേ? എന്തല്ലേ? ഇതെന്റെ വഴിപാടായിരുന്നു. പോവാനാണോ തിരിച്ചു വരാനാണോ? അത് പറഞ്ഞു വിട്ടവര് പറഞ്ഞ വീട്ടിൽ പോണം. കൂടുതൽ കോമഡി പറഞ്ഞവൻ അവനാ. ഞാൻ പോയി സന്തോഷിക്കാൻ നിങ്ങൾ എല്ലാരും പറഞ്ഞു. എനിക്കിത് പറഞ്ഞില്ല. നീ പോവാന്ന് പറഞ്ഞപ്പോഴാണ് എന്റെ ആനപ്പാർത്ത അപ്പനാണ് ഞാൻ പറഞ്ഞില്ലേ. ഒരു മിനിറ്റ്, കൃത്യം 1 വർഷമായി എന്നുള്ളൊരു മെമ്മറി വന്നിട്ടുണ്ടായിരുന്നു. നമ്മളൊരു സ്റ്റാർ മാജിക്കിന്റെ ഒരു പുതിയ സീസൺ സ്റ്റാർട്ട് ചെയ്തപ്പോ അനുവിനില്ലാത്തൊരു ഉദ്ഘാടനമൊക്കെ നമ്മൾ കൊടുത്തൊരു പ്രാങ്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. മെമ്മറി വന്നു. 1 year ആയി. അതിനുശേഷം അനുവിന് നമ്മുടെ സ്റ്റാർ മാജിക് ടീം തന്ന അടുത്ത പ്രാങ്ക് ആയിരുന്നു ഇത്. അനു ഹാപ്പിയാണോ? ഹാപ്പിയല്ലേ? ഹാപ്പി. അനുവിന്റെ കൃഷ്ണമണിയുടെ കളർ ഇളകണം. ചേച്ചി കണ്ടപ്പോ ഞാൻ വെച്ച് സീരിയസ് ആകുന്നു. എന്നിട്ട് അനുവേണ്ട പറഞ്ഞിറങ്ങി. അയ്യോ, നമ്മളൊക്കെ ആർട്ടിസ്റ്റുകളല്ലേ? പക്ഷെ എന്റെ അമ്മ സിൻസിയർ ആയിട്ട് അവിടെ നിന്ന് കരയായിരുന്നു കേട്ടോ. എന്റെ അമ്മയ്ക്ക് അറിയും കൂടി ഇല്ലായിരുന്നു. അമ്മ അവിടെ, ഞാൻ നോക്കുമ്പോ അമ്മ ഇരുന്ന് കരയണു. അതെന്നറിയോ? ഇതിന്റെ പുറകെ ഇതിനെ പറഞ്ഞു വിടുന്ന ഓർത്തിട്ടാ. അമ്മ അവിടെ BMW എത്ര വീടിന് എത്ര അപ്പൊ അങ്ങനെ അതെ, സ്റ്റാർ ഇതിന്റെ പകുതി ആ സൂസൂല് ചെയ്തിരുന്ന കേട്ടില്ല. ആ സീരിയൽ ഇന്നും നിലനിന്ന് പോയന അഭിനയം. അതെ, അനുക്കുട്ടിയില്ലേ അങ്ങനെ ഒരു ബലൂൺ പൊട്ടിക്കല്, കള്ളത്തരങ്ങൾ എന്തെങ്കിലും വർക്കാവോ? അല്ലേ? കള്ളത്തരം കളിക്കാൻ ഒരാള് വേണ്ടേ? പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് ഇനി എന്നും ബിൻചേട്ടന്റെ ടീം മതി. വീട്ടിൽ നോക്കാൻ പോണ്. അപ്പൊ ഇത് പ്രാങ്ക് അടിമാലിക്കാണ് കൊടുത്തത്. ഇതേപോലെ അന്നും പ്രാങ്ക് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ എന്റെ 3 വർഷം വെറുതെ പോവില്ലായിരുന്നു. അല്ല, ഇനി 3 വർഷം കിടക്കുവാ LED വാളുടെ കേസ്. നിനക്ക് എന്നാടാ അത് ഒരു മറന്നിരിക്കുമല്ലായിരുന്നു. നിങ്ങൾ ഞാൻ ഒരു കാര്യം പറ്റും, സ്റ്റാർ മാജിക്കിൽ വിളിക്കുന്ന ആൾക്കാർ ഈ ബുദ്ധിയില്ലാത്ത ആൾക്കാരെ തെരഞ്ഞെടുത്ത് വിളിക്കുവാണ്. അനുക്കുട്ടിയായിട്ട് സ്റ്റാർ മാജിക് ടീം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. ബാക്കി വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ അല്ലേ അനു? നീ ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് പോണ്ടേ? കണ്ണീന്നൊക്കെ ഞങ്ങള് അയ്യോ കൊടുകൂടെ വന്നോണ്ടിരിക്കുക. അത് കുട്ടിയായിട്ട് തന്നെ നമ്മുടെ സ്റ്റാർ മാജിക്കിൽ ഉണ്ടായിരിക്കും. എന്റെ മുത്തശ്ശി പാർക്കുട്ടിയാ. We are not going to miss you. ഓക്കേ, മുട്ട വെക്കണ്ടേ? അയ്യോ, അത് വിളിച്ചു പറ. ഇപ്പൊ ഷൂ എഴുതി തുടങ്ങി. അമ്മ അച്ഛനുകൂടെ ഇല്ലാത്ത വണ്ടിക്കൂലിയും മുടക്കി മുട്ടക്കകത്ത് പേരെഴുതിക്കൊണ്ടിരിക്കുകയായിരിക്കും. തമാശക്ക് പറഞ്ഞതോ, തമാശയാണ്. എല്ലാവരും അതെല്ലാരും മാച്ചറിഞ്ഞേക്കണത് തമാശ അല്ല, ഇത് തമാശയാണ്. തമാശയായിട്ട് എടുക്കുക, തമാശയാണ്. എന്താ സാറേ, നിനക്ക് അതെങ്കിലും തമാശയായിട്ട് പറഞ്ഞുകൂടെ? ഒരു കാര്യം ചോദിക്കട്ടെ. ഏ പ്രഭു, ക്യാ ഹുവാ? കേരളത്തില് സമാധാനിപ്പിക്കലേ. ഇത് സ്റ്റാർ മാജിക്.